الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന നമ്മൾക്ക് ഉപജീവനം വിശാലമാക്കി തന്ന ആ റബ്ബിനെ അനുസരിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആദരണീയമായ അവയവമാണ് നമ്മുടെ മുഖം എന്നത്. അതിനാലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തടിക്കുന്നത് വിരോധിച്ചത്. ആരെങ്കിലും അപമാനിക്കണമെങ്കിൽ ഏറ്റവും വലിയ അപമാനം മുഖത്തിലേക്ക് തുപ്പുന്നതാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതേപോലെ നരകത്തിൽ നിന്ദ്യമായ ശിക്ഷ നരകവാസികൾക്ക് മുഖത്തിന് നേരെയാണ് അല്ലാഹു തആല കൂടുതൽ ഒരുക്കിയത്. അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് മുഖം കുത്തിയ നിലയിലായിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉംയം ബുക്മൻ വസുമ്മാ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ മുഖം നിലത്തുകുത്തിയവരായിക്കൊണ്ട് അന്ധരും ഊമകളും ബധിരരുമായിക്കൊണ്ടും നാം അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. അന്ധതയുണ്ടായിരിക്കും, മൂകതയുണ്ടായിരിക്കും, ബധിരതയുണ്ടായിരിക്കും. അവൻ മുഖത്തിലായിരിക്കും എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്തിനാണിത്? നമ്മൾ ഒരാൾ ഒരു കാർ ഓടിക്കാൻ കൊടുത്താൽ അത് ഇടിച്ച് ആകെ കേടുവരുത്തി ആ കാറിനെ തിരിച്ചു കൊടുക്കുമ്പോൾ എന്തായിരിക്കും ആ കാറിൻ്റെ ഓണറുടെ പ്രതികരണം? അതേപോലെ തന്നെ വിശുദ്ധമായ ഒരു ആത്മാവ് നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ പ്രസവിച്ച സമയത്ത് നമ്മളിലേക്ക് തരികയും ആ ആത്മാവിനെ മലിനപ്പെടുത്തി നാളെ പരലോകത്തേക്ക് ആ ആത്മാവിനെ തിരിച്ചു കൊണ്ടുപോകുന്ന മരണമാകുന്ന പരലോകത്തേക്കുള്ള കവാടം കടക്കുകയും ചെയ്താൽ അതിനുള്ള പെനാൽറ്റിയാണ് അവിടെയുള്ള നരകശിക്ഷ. നമ്മളിവിടെ ചെയ്യേണ്ടത് കൽപ്പിച്ചത് ചെയ്യാതെ എമ്പാടും അനുഗ്രഹങ്ങൾ
അനുഗ്രഹങ്ങൾ ചെയ്തു തന്നതിനോട് നന്ദി കാണിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ദുരന്തമാണ് നരകശിക്ഷ എന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് തീയിലിടുന്നത്, എന്തിനാണ് കരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുന്നവർ ചിന്തിക്കുക. അവർക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഇഞ്ചോടിഞ്ച് മറുപടി പറയാൻ, നന്ദി ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യാത്തതിൻ്റെ പേരിലാണ് നാളെ പരലോകത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. പരീക്ഷണത്തിനായി നമ്മുടെ ആത്മാവ് ഈ ലോകത്തേക്ക് പരീക്ഷണത്തിനായി വന്നതാണ്. കിട്ടിയതിന് നന്ദി ചെയ്യുന്നുണ്ടോ? അയ്യുക്കും അഹ്സനു അമല, ആരാണ് സൽപ്രവർത്തികൾ ചെയ്യുന്നത്? ഇമ്മാ ശാക്കിറും വഇമ്മാ കഫൂറ, ആരാണ് നന്ദി കാണിക്കുന്നത്, നന്ദി കേട് കാണിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയാനാണ്. കണ്ണും കാതും നാവും മനസ്സുമൊക്കെ നല്ല രൂപത്തിൽ ഉപയോഗിച്ച് നീതിയോടുകൂടി അതിനോട് പെരുമാറി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഭൗതിക ലോകത്ത് ഏറ്റവും ആദരവിൽ തൻ്റെ കാലിലൂടെ നടന്നു പോകുന്ന ആൾ മുഖത്തിന് നേരെയുള്ള ആഖിറത്തിലെ ശിക്ഷയെ എന്തൊക്കെയാണെന്നറിഞ്ഞാൽ ഭയപ്പെട്ടു പോകും. ഒന്നാമത്തത്, മുഖം നിലത്തു കുത്തിയ നിലയിൽ നരകത്തിലേക്ക് തെളിച്ചു കൂട്ടപ്പെടും. അഥവാ നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ ചിത്രം അവർ മുഖത്തിലാണ് നടക്കുക. അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നമ ഉലൈക ശർറു മകാനം വഅളല്ലു സബീലാ. മുഖങ്ങൾ നിലത്തു കുത്തിയ നിലയിൽ നരകത്തിലേക്ക് തെളിച്ചു കൂട്ടപ്പെടുന്നവരാരോ അവരാണ് ഏറ്റവും മോശമായ സ്ഥാനത്ത് നിൽക്കുന്നവരും ഏറ്റവും പിഴച്ചുപോയവരും. അപ്പോൾ ഏറ്റവും പിഴച്ചുപോയവർക്ക് ഏറ്റവും അനാദരവിന്റെ നിന്ദ്യമായ ശിക്ഷ ലഭിക്കുമെന്നർത്ഥം. യാ നബിയല്ലാഹ് കൈഫ യുഹ്ശറു കാഫിറു അലാ വജ്ഹിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ, എങ്ങനെയാണ് സത്യനിഷേധികൾ മുഖങ്ങൾ കുത്തിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? അലൈസല്ലദീ യംശാഹു അലാ റജ്ലൈൻ ഫിദ്ദുനിയ ഖാദിറൻ അലാ അൻ യംശീഹി അലാ വജ്ഹി യൗമിൽ ഖിയാമ. ഈ ലോകത്ത് രണ്ട് കാലുകളിൽ നടത്തിയ അല്ലാഹു പരലോകത്തെ മുഖത്തിൽ നടത്തുവാൻ കഴിവുള്ളവനല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഹലോകത്ത് കാലിൽ നടത്തിയ മനുഷ്യനെ മുഖത്തിൽ നടത്താൻ കഴിയുന്നവനാണ് അല്ലാഹു. ഈ ലോകത്തിന്റെ ഒരു നടപടിക്രമവും അല്ല നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്നത്. ഇവിടുത്തെ ഇതേ നടപടിക്രമമായിരിക്കുമെന്ന് സങ്കല്പിച്ച് നിരൂപിച്ച് ജീവിക്കുകയാണ്. അല്ല, അവിടെയാകെ പരലോകം തന്നെ ആകെ മാറി മറിഞ്ഞിരിക്കും. നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടും. ആർത്തിന്മയും കൊണ്ടുവന്നുവോ അവർ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നതാണ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുമോ? പ്രവർത്തിച്ചതിനനുസരിച്ച് ബോധ്യപ്പെടുത്തിയാണ് അവനെ മുഖം കുത്തിയവനായി നരകത്തിലേക്ക്. ഒരാൾ വീഴുമ്പോൾ അയാളുടെ മുഖം അടിച്ചാണ് വീണതെങ്കിൽ അയാൾക്ക് എത്ര വലിയ പരിക്കുണ്ടായിരിക്കും. നരകത്തിൽ മുഖം കുത്തി വലിക്കപ്പെടും അയാൾ. ഇന്നൽ മുജ്രിമീന ഫീ ളലാലിൻ വസുർ യൗമ യസ്ഹബൂന ബിന്നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ. തീർച്ചയായും കുറ്റവാളികൾ വഴിവിടവിലും ബുദ്ധിശൂന്യതയിലുമാകുന്നു. മുഖം നിലത്ത് കുത്തിയ നിലയിൽ അവർ നരകത്തിൽ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും, നിങ്ങൾ നരകത്തിൻ്റെ സ്പർശനം അനുഭവിച്ചു കൊള്ളുക. അപ്പോൾ നരകത്തിലേക്ക് മുഖം കുത്തി നടത്തപ്പെടും, നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടും, നരകത്തിൽ മുഖം നിലത്താക്കി വലിച്ചിഴക്കപ്പെടും. മുഖത്തിന് മറ്റുള്ളവരെക്കാൾ വേദനയും അപമാനവും വരുത്താൻ പറ്റും. മുഖമടിച്ചു വീഴുന്നവൻ, മുട്ടടിച്ചു വീഴുന്നവൻ, കൈയടിച്ചു വീഴുന്നവൻ, നെഞ്ചടിച്ചു വീഴുന്നവൻ, ഇതിൽ മുഖമടിച്ചു വീഴുന്നവനാണ് ഏറ്റവും കൂടുതൽ പരിക്കുണ്ടായിരിക്കുക. അതേ, അവരുടെ കഴുത്തുകളിൽ കുരുക്കുകളും ചെങ്ങലകളുമായി അവർ വലിച്ചയക്കപ്പെടുന്ന സന്ദർഭം. ചുട്ടുതിളക്കുന്ന വെള്ളത്തിലൂടെ പിന്നീട് അവർ നരകത്തിൽ എരിക്കപ്പെടുകയും ചെയ്യും. തങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷകൾ കൈകാലുകൾ കൊണ്ട് തടുക്കാൻ കഴിയാതെ കൈയും കാലുമൊക്കെ കെട്ടപ്പെട്ട രൂപത്തിലായിരിക്കും.
70 മുനച്ചെങ്ങലയിൽ 70 പൂട്ടുകളിട്ടിട്ടാണ് അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുകയെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മുഖത്തുനിന്ന് തീ തടുക്കാനാവില്ല അവന്. ലൗ യഅലമുല്ലദീന കഫറൂ ഹീന ലാ യകുഫൂന അൻ വുജൂഹിഹിം നാർ വലാ ളുഹൂരിഹിം വലാ ഹും യുൻസറൂൻ. അവർ അവിശ്വാസികൾ, അവർക്ക് തങ്ങളുടെ മുതുകുകളിൽ നിന്നും നരകാഗ്നിയെ തടുക്കാനാവാത്ത, അവർക്കൊരു സഹായവും സിദ്ധിക്കാത്ത ഒരു സന്ദർഭത്തെ പറ്റി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത്രയും വിപുലമായ ശിക്ഷകളാണ് നാളെ പരലോകത്തുണ്ടായിരിക്കുക. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ കടുത്ത ശിക്ഷയെ സ്വന്തം മുഖം കൊണ്ട് തടുക്കേണ്ടി വരുന്ന ഒരാൾ അന്ന് നിർഭയനായിരിക്കുന്നുവോ? നിർഭയനായി അവനെ പോലെയാകുമോ? നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അക്രമിയോട് പറയപ്പെടും. അക്രമം ചെയ്താലും നിഷേധിച്ചാലും അവിശ്വാസിയായാലും ഒക്കെയുള്ള ശിക്ഷ എന്താണ്? മുഖത്തിനാണ് ശിക്ഷ ലഭിക്കുക. മുഖങ്ങൾ കീഴ്മേൽ മറിച്ച് ചുട്ടെടുക്കപ്പെടും. അഥവാ മത്സ്യം പൊരിക്കുന്നത് പോലെ മുഖം പൊരിക്കുന്ന ഒരു ലോകമാണ് നരകം. യൗമ തഖല്ലബു വജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വഅതഅന റസൂൽ. അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം അവർ പറയും, ഞങ്ങൾ അല്ലാഹുവെയും റസൂലിനെയും അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നരകത്തി മുഖങ്ങളെ വന്ന് പൊതിയും, അഥവാ മുഖത്ത് വന്ന് നരകത്തി അടിക്കുമെന്നാണ്. വതറൽ മുജ്രിമീന യൗമൈദിൻ മുഖർറനീന ഫിൽ അസ്ഫാദ് സറാബീലുഹും മിൻ ഖത്റാൻ വതഗ്ശാ വുജൂഹുഹും നാർ. നരകത്തിൽ ആ ദിവസം കുറ്റവാളികളെ ചെങ്ങലകളിൽ അന്യോന്യം ചേർത്ത് ബന്ധിപ്പിക്കപ്പെട്ടതായി നിനക്ക് കാണാം. കുറ്റവാളികൾ ഓരോരുത്തരെയും തമ്മിൽ ബന്ധിപ്പിക്കും, എല്ലാവരെയും ചെങ്ങലയിൽ കൂട്ടിക്കെട്ടും. അവിടെ കുപ്പായങ്ങൾ കറുത്ത കീരിട്ടാറ് കൊണ്ടുള്ളതായിരിക്കും. അവരുടെ മുഖങ്ങൾ തീ പൊതിയുന്നതുമാണ്. അവരുടെ മുഖങ്ങൾ തീ പൊതിയുന്നതുമാണ്. മുഖം കരിക്കപ്പെടും. നരകാഗ്നി അവരുടെ മുഖങ്ങൾ കരിച്ചു കളയും. അവരതിൽ പല്ലിളിച്ചവരായിരിക്കും. അവരാ നരകത്തിൽ അവരുടെ ചുണ്ട് ഉരുകിച്ചാടി അവർ പല്ലിളിച്ചവരായി നിൽക്കേണ്ടി വരും. വിശ്വാസിയല്ലേ, അധർമ്മിയാണോ, അക്രമിയാണോ, മറ്റുള്ളവരെ ഉപദ്രവിച്ചവനാണോ, അവൻ മുഖത്തിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മുഖം കറുപ്പിക്കപ്പെടും. യൗമ തബയദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹും ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹും വകഫർതും ബഅദ ഈമാനികും ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ദിവസത്തിൽ എന്നാൽ മുഖങ്ങൾ കറുത്തു പോയവനോട് പറയപ്പെടും, വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം അവിശ്വാസിയാവുകയാണോ ചെയ്തത്? എങ്കിൽ നിങ്ങൾ അവിശ്വാസം സ്വീകരിച്ചതിന്റെ ഫലമായി ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. വല്ലദീന കസബു സയ്യിആതി ജസാഉ സയ്യിഅതു ബിമിത്ലിഹാ വതർഹഖുഹും ദില്ലാ മാ ലഹും മിനല്ലാഹി മിൻ ആസിം കഅന്നമാ ഉശീതു വജൂഹുഹും ഖിതാം മിനൽ ലൈലി മുദ്ലിമാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. തിന്മകൾ പ്രവർത്തിച്ചവർക്കാകട്ടെ തിന്മകൾക്കുള്ള പ്രതിഫലം അതിന് തുല്യമായത് തന്നെയായിരിക്കും. അപമാനം അവരെ ബാധിക്കുകയും ചെയ്യും. അല്ലാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരാളുമില്ല. ഇരുണ്ട രാവിന്റെ കഷ്ണങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ പൊതിഞ്ഞതുപോലെ കറുത്തവരായിരിക്കും അവർ നരകാവകാശികൾ, അതിൽ നിത്യവാസികളായിരിക്കും. ഇങ്ങനെ മുഖത്തിന് കഠിനമായ ശിക്ഷ കിട്ടുമെന്നോർത്ത് അധർമ്മത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും പലിശയിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും അള്ളാഹുവിനെ പറ്റി അശ്രദ്ധമാകുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഓരോരുത്തരും വിട്ടു നിൽക്കേണ്ടതുണ്ട്. മുഖത്തെ എരിച്ചു കളയുന്ന ചൂടുവെള്ളം അവിടെ ഉണ്ടായിരിക്കും. അൽ മുഹിൽ എന്നാണ് നരകവാസികൾക്ക് നൽകുന്ന പാനീയത്തിന്റെ പേര്.
വൈനസ്തഗീതു യുഗാതു ബിമാഇൻ കൽമുഹൽ യശ്ഫിൽ വുജൂഹ് ബിഅസശ്ശറാബ് വസാഅതു മുർതഫഖാ. അക്രമികൾക്ക് നാം ഒരു നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതിന്റെ കൂടാരം അവർ വലയം ചെയ്തിരിക്കുന്നു. അവർ വെള്ളത്തിന് അപേക്ഷിക്കുന്ന പക്ഷം ഒരുക്കിയ ലോകം പോലെയുള്ള ഒരു വെള്ളമായിരിക്കും അവർക്ക് ലഭിക്കുക. അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നത് അത് മുഖങ്ങളെ എരിച്ചു കളയും. വളരെ ദുഷിച്ച പാനീയം തന്നെ, അത് നരകം വളരെ ദുഷിച്ച വിശ്രമം തന്നെ. ചുരുക്കത്തിൽ മുഖത്തിൽ നടത്തപ്പെടും, മുഖം കുത്തി നരകത്തിലേക്ക് വീഴും, മുഖം കൊണ്ട് വലിച്ചിഴക്കപ്പെടും, മുഖം മറിച്ചിടപ്പെടും, മുഖം കറുത്തിരുണ്ടുപോകും. മുഖം ആ പാനീയം കുടിക്കുമ്പോൾ ആ പല്ലിളിച്ചവരായി മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ മനുഷ്യന് ലഭിക്കുന്ന ഭീകരമായ ശിക്ഷകളാണ്. ഇങ്ങനെ ശിക്ഷിക്കാൻ അധികാരമുള്ളവരാണ് ഖുർആനിലൂടെ സത്യമായി പറഞ്ഞു തരുന്നത്. അക്രമത്തിൽ നിന്ന് വിട്ടുനിന്നോ, അനീതിയിൽ നിന്ന് വിട്ടുനിന്നോ ഈ ആദരിക്കപ്പെടേണ്ട മുഖത്തിന് ഇങ്ങനെ അപമാനിതമായ ശിക്ഷ വരാൻ കാരണം ഈ ഓരോ ആയത്തുകളിലും പറയുന്നുണ്ട്. വഴിവിടച്ചു പോയവർ, തിന്മ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് തിന്മ വിതരണം ചെയ്യുന്ന ആളുകൾ, കുറ്റവാളികളായ ബുദ്ധിശൂന്യന്മാർ, അവിശ്വാസികളായ ആളുകൾ, അക്രമികൾ, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാത്തവർ, തിന്മ പ്രവർത്തിച്ചവർ, ഇങ്ങനെ 7 വിഭാഗങ്ങളെ ഈ ആയത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മുഖത്തിന് ശിക്ഷ കിട്ടുമെന്ന് പേടിച്ച് അപമാനിതരാകുന്നത് ഭയപ്പെട്ട് നന്മ ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് പറയുന്നു, അടിമ ഖിയാമത്ത് നാളിൽ അവിടെ എത്തിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു പറയുകയും അല്ലാഹുവിന്റെ വജ്ഹിനെ പ്രതീക്ഷിക്കുകയും ചെയ്ത് ഈ ദുനിയാവിൽ ജീവിച്ച ഒരടിമ നാളെ പരലോകത്തെത്തിയാൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിന്നാർ, അവനെ അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. നമ്മൾ ഈ ജീവിക്കുന്നതും നമ്മൾ മുന്നോട്ട് പോകുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അടിസ്ഥാനമായാണോ അല്ലേ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ആത്മാർത്ഥമായി പറഞ്ഞ നാവിനും ആത്മാർത്ഥമായി വിശ്വസിച്ച ഹൃദയത്തിനും തീ വന്ന് ഭവിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തത്, ശിർക്കിനോട് എതിരുണ്ടായിരിക്കുക. ശിർക്ക് അവർ ചെയ്തോട്ടെ, മറ്റവർ ചെയ്തോട്ടെ, നമ്മൾ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നതിൽ നിന്ന് മാറി ശിർക്കിന്റെ ആളുകളോട് ഒരു വെറുപ്പുണ്ടായിരിക്കുക. ശിർക്കിന്റെ കാര്യങ്ങളിൽ നിന്നും വലിയ അകലം പാലിക്കുക. മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ശിർക്കില്ലാത്ത നിലയിൽ മരണപ്പെട്ടാൽ അവന്റെ മേൽ നരകം നിഷിദ്ധമാണ്. ശിർക്കെന്ന കാര്യം വന്നോ കർമ്മം നശിച്ചു പോകും. നരകത്തിലായിരിക്കും. ഏലസ് കെട്ടിയാൽ, ഐക്കല്ല് കെട്ടിയാൽ, പണിക്കരെ കണ്ടാൽ, ജ്യോത്സ്യനെ കണ്ടാൽ, മഖ്ബറയിൽ പോയി അവിടെ സങ്കടങ്ങൾ പറഞ്ഞാൽ ശിർക്കാണ്, യാതൊരു തർക്കമില്ല. മുസ്ലിം സമൂഹം മുഴുവനായി ഇജ്മാ ആണ്. കേരളത്തിലെ ചില കുറച്ചാളുകൾ മാത്രമാണ് ഇസ്ലാമിൽ പണ്ട് കാലത്ത് ആളുകൾ ഐത്തത്തിനും അതേപോലെയുള്ള കാര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മുസ്ലിമായ കുറച്ചാളുകൾ ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ അതേപോലെ പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളുടെ വിശ്വാസത്തെ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയപ്പോഴാണ് ഈ കാണുന്ന ഖബർ പൂജയും അതേപോലെ ഏലസും ഐക്കല്ലും ഇങ്ങനെയുള്ള ആചാരങ്ങളും നബിദിനാഘോഷവും ഒക്കെ ഇതിലേക്ക് കടന്നു വന്നത്. അവരത് വിടാതെ വെറുതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ ഐത്തത്തിന്റെ ആളുകളായിരിക്കില്ല എന്നൊരൊറ്റ കാരണത്താൽ വന്ന് അവരുടെ ദീന് വിട്ടുകളയാതെ വന്നതുകൊണ്ടാണ് ഈ ഒരവസ്ഥ ഉണ്ടായത്. നരകത്തിനെ കാവൽ തേടണം.
അപ്പോഴാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. അല്ലദീന യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ. മൻ സഅലല്ലാഹുൽ ജന്ന സലാസ മർറാത്തിൻ, ആരെങ്കിലും 3 പ്രാവശ്യം എനിക്ക് സ്വർഗം വേണമെന്ന് ചോദിച്ചാൽ അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ അസ്അലുക്കൽ ജന്ന, ആരെങ്കിലും ചോദിച്ചാൽ ഖാലത്തിൽ ജന്ന, സ്വർഗം പറയും. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ ഇയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. മനിസ്തിജാറ മിനന്നാരി സലാസ മർറാത്തിൻ, 3 പ്രാവശ്യം ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷ നേടിയാൽ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ ഒരാൾ പറഞ്ഞാൽ നരകം പറയുമത്രേ അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, അവനെ നരകത്തിൽ നിന്നും അല്ലാഹുവേ അവനെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമേ എന്ന്. ഇങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ധാരാളം കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കാലിൽ നടക്കാനും സ്വർഗത്തിലേക്ക് നടന്നെടുക്കാനും നമുക്ക് സാധിക്കും. എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ക്ഷമ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അസറും സുബുഹും നമസ്കരിക്കൽ. ആരെങ്കിലും അസ്തമയത്തിന് മുമ്പുള്ള അസറും ഉദയത്തിനുമുള്ള സുബുഹും നമസ്കരിച്ചോ അവൻ നരകം സ്പർശിക്കുകയില്ല. ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞത് ബാക്കിയുള്ള എല്ലാ വക്തും നിസ്കരിക്കുമ്പോഴാണ് കാഫിറല്ലാതെ മുസ്ലിമായി തീരുക. മുസ്ലിം ആകുമ്പോഴാണ് സുബഹിയും അസറും പ്രാധാന്യത്തോടുകൂടി നമസ്കരിക്കുമ്പോഴാണ് നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞത്. 5-ാമത്തെ കാര്യം, 40 ദിവസം തുടർച്ചയായി തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിൻ്റെ കൂടെ കിട്ടി ജമാഅത്ത് നമസ്കരിക്കുന്നവൻ അവന് നരകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും. മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫിൽ ജമാഅ യുദ്രികു തക്ബീറത്തുൽ ഊല കുതിബ ലഹു ബറാഅത്താനി ബറാഅത്തും മിനന്നാർ വബറാഅത്തും മിനൻ നിഫാഖ്. ഒരാൾ 40 ദിവസം 40x5 വഖത്ത് നമസ്കാരം ആ ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടാതെ നിർവഹിച്ചാൽ അവന് 2 കാര്യത്തിൽ നിന്നും അവനൊന്ന് വിട്ടുനിർത്തപ്പെടും. ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്ന്, വബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്നും അവനെ വിട്ടുനിർത്തപ്പെടും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പെടുത്താൽ അവന് നരകത്തിൽ നിന്നും വിട്ടുപോരാൻ സാധിക്കും. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖൻ കമാ ബൈനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികൾ തമ്മിൽ എത്ര അകലമുണ്ടോ അത്രയും അകലത്തുള്ളൊരു കിടങ്ങ് കുഴിക്കപ്പെടും. അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അവൻ ഒരു ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പ് നോറ്റാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുന്നവനെ നരകം സ്പർശിക്കുകയില്ല. ലാ യലിജു നാറു റജുലൻ, ഒരാളെ നരകം സ്പർശിക്കുകയില്ല. ബകാ മിൻ ഖശ്യത്തില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞയാളെ. ഹത്താ യഊദുൽ ലബന ഫിൽ ളറഇ, ഹത്താ യഊദുൽ ലബന ഫിൽ ളറഇ, ആ കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ. ഒരിക്കലും സാധ്യമാകാത്ത ഒരു കാര്യമാണ് കറന്നെടുത്ത പാലിനെ വീണ്ടും അകിടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. അത്രക്കും അസാധ്യമാണ് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവനെ നരകത്തിലേക്ക് പിന്നെ തിരിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞത്. സ്ത്രീകൾക്ക് സംരക്ഷണം നൽകൽ അത് നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്ന കാര്യമാണ്. മയ്യലി മിൻ ഖാദിഹിൽ ബനാതു ശൈഅൻ ഫഅക്സിൻ ഇലൈഹിൻ കുന്ന ലഹു സിത്റൻ മിനന്നാർ. പെൺമക്കൾ ഉണ്ടായിരിക്കുകയും അവരോട് നല്ല നിലയിൽ പെരുമാറുകയും ചെയ്തവന് നരകത്തിൽ നിന്ന് മറവുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യകൂനു ലിഅഹദിൻ തലാതു ബനാത്തിൻ ഔ തലാതു അഖ്വാത്തിൻ ഔ ഇബ്നതാനി ഔ ഉഖ്താനി ഫയത്തഖില്ലാഹ് ഫീഹിന്ന വയുഹ്സിൻ ഇലൈഹിം
ഇല്ലാ ദഖലൽ ജന്ന. ഒരാൾക്ക് 3 പെൺമക്കളുണ്ടായി, 3 സഹോദരിമാരുണ്ടായി, അല്ലെങ്കിൽ 2 പെൺമക്കളുണ്ടായി, 2 സഹോദരിമാരുണ്ടായി. ഇവരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അവരോട് നല്ല നിലയിൽ പെരുമാറുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റുള്ളവരുടെ അഭിമാനം സംരക്ഷിക്കൽ, മൻ റദ്ദ അൻ ഉർദി അഖീഹി റദ്ദല്ലാഹു അൻഹു വജ്ഹിൻ നാരി യൗമൽ ഖിയാമ. ആരെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിച്ചാൽ ഖിയാമത്ത് നാളിൽ അവന്റെ മുഖത്ത് നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തും. അതേപോലെ ചെറിയ ദാനങ്ങൾ പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. മനിസ്തതാഅ മിൻകും അൻ യസ്തതിർ മിനൻ നാർ ലൗ വലൗ ബിശഖി തംറൻ ഫൽയഫ്അൽ. കഴിയുന്നവർ നരകത്തിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളുവിൻ, ഒരു കാരക്ക ചീള് കൊടുത്തിട്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദൂ ജുന്നതകും, നിങ്ങൾ പരിചയം സ്വീകരിക്കണം. ചോദിക്കപ്പെട്ടു, യാ റസൂലുള്ളാഹ് അമ്മൻ അദൂവും ഖദ് ഹദറ, ഞങ്ങൾക്കെതിരെ ഒരു ശത്രു പടയൊരുക്കം നടത്തുന്നുണ്ടോ, ഞങ്ങൾ പരിചയം എടുക്കണമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വലാകിൻ ജുന്നതുകും മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള പരിചയം നിങ്ങൾ സ്വീകരിക്കണം. എന്താ നരകത്തിൽ നിന്നുള്ള പരിചയം? ഓരോരുത്തർക്കും എടുക്കാൻ പറ്റുന്ന പരിചയമാണത്. ഖുലൂ, നിങ്ങൾ പറയണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാണ് നരകത്തിൽ നിന്നുള്ള പരിചയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫൈനഹുന്ന യഅതീന യൗമൽ ഖിയാമ മുൻജിയാതും വമുഅക്കിബാതും, നാളെ അന്ത്യദിനത്തിൽ രക്ഷപ്പെടുത്തുന്നതും ശിക്ഷിക്കപ്പെടുന്നതുമായ കാര്യമുണ്ട്. അതിൽ വഹുന്ന ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ഈ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന പരിചയം നിങ്ങൾ ഉപയോഗിക്കണം. അത് ബാഖിയാത്തുസ് സ്വാലിഹാത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങൾ ധാരാളമായി ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ ഉറച്ചു നിൽക്കുക, ശിർക്കിൽ നിന്ന് മാറി നിൽക്കുക, നരകത്തിൽ നിന്ന് കാവൽ തേടുക, അസറും സുബഹിയും പ്രാധാന്യത്തോടുകൂടി നമസ്കരിക്കുക, 40 ദിവസം തുടർച്ചയായി ജമാഅത്ത് നഷ്ടപ്പെടാതെ തക്ബീറത്തുൽ ഇഹ്റാമോടുകൂടി ഇമാമിന്റെ കൂടെ നിസ്കരിച്ചാൽ നരകത്തിൽ രക്ഷപ്പെടും. നോമ്പെടുക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരയുക, അതേപോലെ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുക, മറ്റുള്ളവരുടെ അഭിമാനം സംരക്ഷിക്കുക, ദാനം ചെയ്യുക, ദിക്ർ ധാരാളമായി ചൊല്ലുക. ഇതൊക്കെ ചെയ്താൽ മുഖത്തെ കരിച്ചു കളയുന്ന, മുഖത്തിൽ നടത്തപ്പെടുന്ന, മുഖം വലിച്ചിഴക്കപ്പെടുന്ന, മുഖം മറിച്ചിടുന്ന, മുഖം വികൃതമാകുന്ന, അല്ലെങ്കിൽ പല്ലിളിച്ച മുഖവുമായി നരകത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു തആല ആ മഹാശിക്ഷയിൽ നിന്ന്, ആ വലിയ ശിക്ഷയിൽ നിന്ന്, ആ വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ധാരാളം കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മൾക്കും നമ്മുടെ മക്കൾക്കും അല്ലാഹു തആല പുറത്തു തന്ന് നമ്മളെ എല്ലാവരെയും ആ സുഖസമ്പൂർണമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ صل على محمد.